അപ്പൊ രാവിലെ തന്നെയല്ലോ അവൾക്കൊരു മറുപടി കൊടുക്കാൻ തോന്നി. അതുകൊണ്ട് അണ്ടിച്ചെളുക്കേ നിനക്കുള്ള മറുപടി ആയിട്ട് ഞാൻ രാവിലെ തന്നെ വന്നത്. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഈ ചെളുക്കിനെ കണ്ടെടുത്ത് വെച്ചിട്ട് ഓടിച്ചിട്ടടിക്കുക എന്നുള്ള ഒരു കർമ്മം നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മറക്കണ്ട, പ്രതികരിക്കുക, സ്പോട്ടിൽ പ്രതികരിക്കുക. ഇവളെ കാണണടുത്ത് വെച്ചിട്ട് ഇവളെ ഓടിച്ചിട്ടിട്ട് കറ്റ മെതിക്കണ പോലെ ചവിട്ടിക്കൂട്ടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇവള് പറയുന്നത് ഈ പ്രിയയാണ് ഇവളുടെയും ഇവളുടെ അരണ ഏട്ടൻ്റെയും ജീവിതം തകർത്തത് എന്നാണ് ഈ മൊയിന്ത് മോറി പറയുന്നത്. മൊയിന്തെന്ന് കോഴിക്കോട് ഭാഷയാണ്, നമ്മളിവിടെ മരപ്പെട്ടി മോറി എന്ന് പറയും. അപ്പം ഈ മരപ്പെട്ടി മോറി പറയുന്നത്. അപ്പം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, വീണ്ടും ഞാനത് ആവർത്തിച്ചോട്ടെ. എടി എരുമയ്ക്ക് മൂക്ക് കയറിടുന്നത് കണ്ടിട്ടുണ്ട്. എടി എരുമയ്ക്ക് മൂക്ക് കയറിടുന്ന പോലെ നീ മൂക്കും തുളച്ച് വെച്ചിട്ട് കുത്തിക്കാണിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? ആ ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞ സംഭവം ചേരുന്ന ചില മുഖങ്ങൾക്കേ അത് ചേരുള്ളൂ. അത് ചേരുന്ന ആൾക്കാരുണ്ട്, അവരിട്ടാലാണ് ഭംഗി. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ മോള്, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, എന്ത് തന്നെയായാലും ആ കുട്ടിയുടെ മുഖം എടുത്തു കഴിഞ്ഞാൽ അതായത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ മൂക്കുത്തിയാണ്. അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. നീ ആദ്യം അതും മനസ്സിലാക്ക്. നീ ഇനി എവിടെയൊക്കെ തുളച്ച് എന്തൊക്കെ മലബാർ ഗോൾഡിൽ മുങ്ങിക്കുളിച്ചാലും ചേരേണ്ടതേ ചേരുള്ളടി. നീ പാണ്ടിലോറി വരുന്ന പോലെ കുറച്ച് അവിടെ തൂക്കി ഇവിടെ തൂക്കി മറ്റേത് തൂക്കി ഒക്കെ ഗോൾഡ് എന്നാണ് പറയണത്. പക്ഷെ ആ ഗോൾഡ് നിന്റെ ദേഹത്ത് കയറുമ്പോൾ മാത്രം വെറും മുക്കുകൊണ്ടായിട്ടാണ് തോന്നുന്നത്. പൊന്നിടുന്നവർക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ നീ ശരിക്കും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദിക്കാർക്കിടെ ഒരു ലോറി വരും, അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് മറ്റേ എല്ലാം ഈ വാഴക്കൊല വരെ വെച്ച് കെട്ടിയിട്ട് ഫുൾ അലങ്കരിച്ചിട്ടൊരു വണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാണ്ടി ലോറി, ആ സംഭവം വരുന്ന പോലെ അണ്ടി നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കേട്ടോടി ചൂലേ, കാലത്ത് തന്നെ എന്നെ കൊണ്ട് നീ ഭരണിപ്പാട്ട് പഠിപ്പിക്കരുത്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അവളുടെയും അവളുടെ എട്ടൻ്റെയും ജീവിതം ഞാൻ കാരണം നശിച്ചു എന്നാണ് പറയുന്നത്. അപ്രിയ കാരണം നശിച്ചു എന്ന്. എടി ചൂലെ, നിനക്കിത് ഇത്രയും വൈകിയപ്പോഴാണോ മനസ്സിലായത്? എനിക്കത് അപ്പം തന്നെ മനസ്സിലായി. അതായത് 2024 ഓഗസ്റ്റ് 26 എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് പട്ടി ഷോ ഇറക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈശ്വര ഇതെന്തിൻ്റെയോ തുടക്കമാണല്ലോ എന്ന്. അതെടി, ഇത് നിന്റെ പുക കാണാനുള്ള തുടക്കമായിരുന്നു അന്ന് ഗുരുവായൂരമ്പലം നടയിൽ നീ നടത്തിയ നാടകം. ഞാനല്ല, ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വെറുതെ വന്നു നിന്നുള്ളൂ. ഗുരുവായൂരപ്പനാടി ഇതൊക്കെ ചെയ്തത് എന്തിനാ? നിന്റെ പുക കാണാൻ. അതറിയാണ്ട് നീ അങ്ങ് വന്ന് ചാടിക്കൊടുത്തില്ലേ? എന്നിട്ട് ഈ കണ്ട തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിയും കഴിഞ്ഞ് അവിടവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞപ്പോഴാണ് പൊന്നാരുമൊക്കെ മനസ്സിലായത് ഇത് എൻ്റെയും എൻ്റെ അരണട്ടൻ്റെയും പുക കാണാനുള്ള ഒരു ഇതായിരുന്നെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്. എടി, വെറുതെ ഇരുന്നുകൊണ്ട് എന്നെ അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ, ചില നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യണ്ട, അതൊക്കെ ചിലർ ചെയ്തോളൂ, മനസ്സിലായില്ലേ? ആ ഒരു നക്ഷത്രത്തിൽ ഒരാളടി ഞാൻ. എന്നിട്ട് നീ ഇനിയും മാച്ചിങ്ങിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ബഡി, നമുക്ക് ഫുട്ബോൾ കളിക്കാം. എൻ്റെയും നിന്റെ അരണട്ടൻ്റെയും എല്ലൂരിയും ഞാൻ ഗോൽക്കളി കളിക്കും പോലെ ഗോൽക്കളി. അകത്ത് കിടക്കുന്ന പണ്ടമാല രണ്ടിൻ്റെയും മൂരി എടുത്ത് ഞാൻ മാല ഇടും, മാല. എടി അപരാധി മോളെ, എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഓരോ തമ്പനയിലും വെച്ച് വീഡിയോ ഇടുമ്പം ഞാൻ എന്താടി മാങ്ങ പറിക്കാൻ പോണം? അത് നീ പറ. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഈ വൃത്തികെട്ടവള് എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഓരോ വീഡിയോയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കണത്. എന്നിട്ട് എനിക്ക് മാരക രോഗമുണ്ട്, ഞാൻ പ്രസവിക്കത്തില്ല, ഞാൻ മച്ചിയാണ്, ഞാൻ പെറ്റ് കാണിക്കോ, ഇതൊക്കെയാണ് ഇവളും ഇവളുടെ ആ കൂടെ ഇരിക്കുന്ന ഡാഷിൻ്റെ മോനും കൂടി പറയുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? ഒന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്ത് പറയണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് പറയാനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് ചുരുക്കുന്നത്. പലരുടെയും ഫോട്ടോ വെച്ചിട്ട് പൂരപ്പാട്ടും പൂരത്തെറി ഭരണിപ്പാട്ട് പാടിയ ആളാണ് ഈ ഡാഷിന്റെ മോൻ. അപ്പൊ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലേ? ഒന്നും വേണ്ട. പ്രായപൂർത്തിയാവാത്തുള്ള കുട്ടികൾ അവളെ ഇൻസ്റ്റഗ്രാമിൽ വിളിച്ചു, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടു എന്നും പറഞ്ഞിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കിയ മോളാണ് ഈ അപരാധി തായോളി മോള്. അപ്പൊ നിന്റെ ജീവിതം ഞാൻ കാരണം പോയി എന്നൊരു കാര്യം നീ സമ്മതിച്ചല്ലോ, എനിക്കതും മതി. എനിക്ക് തൃപ്തിയായി, ഞാൻ കൃതാർത്ഥയായി.
പൊന്നുമോളെ നീ ഇതിപ്പോഴെങ്കിലും സമ്മതിക്കണം കേട്ടാ. രസിത പാലിക്കലാണ് എൻ്റെ ചാവിന് ഉത്തരവാദി എന്നും പറഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ നാടകം ഒരാളും മറന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതേ നാവ് കൊണ്ടല്ലേടി നീ സത്യം പറഞ്ഞത്. എൻ്റെ മക്കൾക്കുണ്ടാകുന്ന ചീത്തപ്പേര് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാനിത് ചെയ്തത്, അല്ലാതെ അമ്മ ഇന്ദുത്തുള്ള കാരണമല്ല എന്നൊക്കെ പറഞ്ഞു വന്ന് തള്ളിമറിച്ചത് നീ തന്നെ അല്ലേടി മൂദേവി. നിനക്കാര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പണ്ടാറടങ്ങാം. ആർക്കിടെ ഫോട്ടോ വെച്ചും എന്ത് തോന്നിയാസം വിളിച്ചു പറയാം. അവരുടെ വീട്ടുകാരെ പറയാ, അവരുടെ കുട്ടികളെ പറയാ, അവരുടെ അച്ഛനെ പറയാ, അമ്മേനെ പറയാ, എന്നെ തന്നെ എന്തൊക്കെ രോഗമുണ്ട് പെറ്റ് കാണിക്കോ മച്ചി എന്നൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്ത നിന്നെ ഞങ്ങൾ വെറുതെ വിടുവോ? പറയടി, നീ പറ. പിന്നെ ഞങ്ങൾ തൊട്ടിലേക്ക് എടുത്തിട്ട് ഒരു കുപ്പി പാല് നിന്റെ അണ്ണാക്കിൽ തിരികെ വെച്ചിട്ട് താരാട്ടടി എന്നും പറഞ്ഞിട്ട് പാലൂട്ടി താരാട്ടടി നിന്നെ ഇങ്ങോട്ട് വാടി നീ മരപ്പട്ടി മൂറി. അപ്പൊ അവള് മൂക്കും കുത്തി വെച്ചിരിക്കുന്നത് ചിരി വരും കണ്ടു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞ എന്തിനാറ് ബോറാണോ എൻ്റെ ഭഗവാന്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇവള് കാണിക്കുന്ന ഇത്തരം എന്താ പറയുക, കമ്മല് കാണിക്കുക, മാല കാണിക്കുക, പിന്നെ ഡ്രസ്സ് കാണിക്കുക, അങ്ങനെ കുറേ കാണിക്കലുകളുണ്ട് ഇവക്ക്. ഇപ്പം നമുക്കതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇതുവരെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എനിക്ക് പറയണ ഇഷ്ടമില്ല. അതൊക്കെ ഓരോരുത്തർക്കുടെ ഇഷ്ടങ്ങളാണ്. എന്ത് ഡ്രസ്സ് ഇടണം, എന്താ ആഭരണം ധരിക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ ഇവളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ മൂക്ക് കുത്തി വെച്ചിരിക്കുന്ന കണ്ട പട്ടി കഞ്ഞെള്ളം കുടിക്കില്ല, അമ്മാതിരിയാണ്. ഞാൻ അതിൽ കുറച്ച് മലബാർ ഗോൾഡിൻ്റെ കുറച്ചുകൂടി തൂക്കിയിടാൻ പോകുന്നുണ്ട്. എങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ. പക്ഷെ എനിക്ക് അപ്പോഴേ തന്നെ സംശയം ഉണ്ടായിരുന്നു, അങ്ങനത്തെ മൂക്കുള്ളവർക്കല്ല ആ ഒരു നോസ്പിൻ ചേരുന്നത്. ചില മൂക്കുകളുണ്ട്, അല്ലെങ്കിൽ ചില ഫേസുകളുണ്ട്, വട്ടമുഖമൊക്കെ ഉള്ളവർക്കാണ് അത്തരത്തിലുള്ള മൂക്കുത്തി പെട്ടെന്ന് ഇണങ്ങുന്നത് എന്നാണ്. അതായത് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അല്ലാതെ അവിടെ കുത്തി ഇവിടെ കുത്തി അപ്പുറവും കുത്തി ഇനി കുത്താനുള്ളത് ഇവളുടെ കാലിൻ്റെ ഇടയിലെ മറ്റേ സാധനം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ കുത്തി നടക്കുന്ന ആൾക്ക് ഈ ഒരു മൂക്കുത്തി ചേരൂല. അത് ഇവള് കുത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയായിരുന്നു. അതുപോലെ തന്നെയായി. ഇനി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഒരു കയറ് കെട്ടിയിട്ട് എവിടെയെങ്കിലും കെട്ടിയിട് അരണട്ട ഈ സാധനത്തിന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? കെട്ടിയിടണം, ചങ്ങലക്കിടണം, അതാണ് വേണ്ടത്. അമ്മാതിരി ചെയ്ത്താണ് അവളെ വീഡിയോ കൊണ്ട് കുണയ്ക്കാൻ വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഏതോ ഒരു വീട്ടുകാർക്കിടെ വീട്ടിൽ കയറി തല്ലുന്നതാണ്. ആ വീഡിയോ കൊണ്ട് നീ അങ്ങ് വാ, കാണിച്ചു തരാം നിന്നെ. ഒരു ഉമ്മയും കുറച്ച് മക്കളും പെൺമക്കളും കൂടി താമസിക്കുന്ന വീട്ടിൽ കയറി അവരെ അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ആടി നീ കൊണക്കല്ല. ഞാനും ഇവിടെ കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ കാരണം ഇവരുടെ ജീവിതം തകർത്തു ഗൈസ്. ഞാനൊരു കുടുംബം തകർത്തവളാണ്. കഷ്ടം. എൻ്റെയും അരണട്ടൻ്റെയും ജീവിതം പ്രിയ തകർത്തു എന്ന് പറയുമ്പോൾ എടി പ്രിയ നിനക്ക് എന്തിൻ്റെ കേടാണ്ടി? നീ എന്തിനാടി ഇങ്ങനെ മറ്റുള്ളവർക്കുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്നത്? ചൂലേ. അപ്പം ഈ കഷ്ടകാലത്തിന് എന്താ കയ്യും കാലം വെച്ച പോലെ എന്തൊക്കെയോ ഒരു ഡയലോഗ് മൂപ്പത്തി തള്ളി ഇറക്കുന്നുണ്ട്. അപ്പം ഈ തള്ളലുകാരിനോട് എനിക്ക് പറയാനുള്ളത്, മോളെ ഒന്ന് ആഞ്ഞൂടെ തള്ളു, അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ നീ വിചാരിച്ചു ഗുരുവായൂരിട്ടിട്ട് ആ കമൻ്റ് ഇട്ടവൾക്ക് ഞാൻ പണി കൊടുത്തു എന്ന പൊങ്ങച്ചത്തിലിരിക്കുകയായിരുന്നില്ല നീ. പക്ഷെ അത് നിനക്കുള്ള പണിയായിരുന്നടി. അതങ്ങനെയാണ്. അത് നിനക്കുള്ള ഗുരുവായൂരപ്പൻ്റെ പണിയായിരുന്നു. അതേ തുടർന്ന് ആ ഗുരുവായൂരിന്ന് തന്നെ ഓടണ്ട വന്നില്ലേടി നിനക്ക്? വാണം കുത്തി ഓടിയില്ലേ നിന്നെ ഓടിച്ചില്ലേ നാട്ടുകാർ? ഞാൻ കുറച്ച് നാണം കിട്ടു, എന്നാലും സാരമില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ ഇട്ട പ്ലാൻ അത് നടന്നു. നിന്നെ ഗുരുവായൂരിന്ന് തന്നെ ആട്ടി ഓടിച്ചു വിട്ടു. അത്രയും മതിയടി, അത്രയും മതി. നമുക്ക് ഈ അഷ്ടമി രോഹിണിക്ക് കാണണട്ടാ. നീയും നിന്റെ കൂട്ടക്കാരും വിചാരിച്ചു കമൻ്റ് ഇട്ടവളെ കണ്ടു അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കാം, പണിയാണ് എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനല്ലടി അത്. അങ്ങനല്ല. നീ മണ്ടിയായി. നിന്നെ ഗുരുവായൂരപ്പൻ വിഡ്ഢിയാക്കി. കമൻ്റ് ഇട്ടവളെ കൊണ്ടുവന്ന് നിർത്തിയത് ഗുരുവായൂരപ്പൻ തന്നെയാടി. ഗുരുവായൂരപ്പൻ തന്ന നിനക്കിട്ടുള്ള 8 16 പണിയായിരുന്നു അത്. അതറിയാതെ ആണല്ലോടി വിഡ്ഢി നീ ഇത്ര നാളും കാട്ടിക്കൂട്ടിയത്. കഷ്ടം. അതേ തുടർന്ന് എൻ്റെ പുകയാണോ നിന്റെ കഷ്ടകാലമാണോ തുടങ്ങിയത് എന്ന് നീ തന്നെ ആലോചിക്കുക. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ അറ്റാക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? ഈ 5-6 പെണ്ണുങ്ങളുടെ അടക്കം നാട്ടുകാർക്കിടെ മൊത്തം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന നിന്റെ
തള്ളേനെ പറഞ്ഞപ്പോൾ നിനക്ക് വേദനിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അന്ന് ഗുരുവായൂരി പട്ടിഷോ കളിക്കണ്ടായിരുന്നു എന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നില്ലേ? സത്യം പറയും. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ നീ വന്ന് പറയണട്ടോ വീഡിയോയില്. അപ്പൊ ഈ പറയുന്ന മൊഹിന്ദിന്റെ ഉമ്മ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത്, തന്തക്കും തള്ളക്കും വിളിപ്പിക്കുന്ന ഈ പുന്നാര മോളോട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയുക. നിങ്ങൾ വളർത്തിയതിൻ്റെ ദോഷമാണ് ഈ പെണ്ണ് വന്നിട്ട് ഇപ്പം ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, കേരളം ഒന്നടങ്കം ചർച്ചാ വിഷയമാക്കി. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തിരുത്തിയില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പെണ്ണിനെ നിങ്ങൾ വളർത്തി വിട്ട വളർത്തുദോഷം കാരണമാണ് ഇന്ന് നാട്ടുകാർക്ക് മൊത്തം, ഞങ്ങൾക്ക് 5-6 പേർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ നാട്ടുകാർക്ക് മൊത്തം തലവേദനയായിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഡാഷിന്റെ മോൾ എന്ന് പറയുന്ന ഈ പെണ്ണ്. അങ്ങനെ നിങ്ങൾ തന്തയും തള്ളയും പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്താത്തതിന്റെ കോണാണ് ഇന്ന് ഈ ഡാഷിന്റെ മോള് കിടന്ന് കാണിക്കുന്നത്. ഒത്തിരി പേർക്കിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളൊക്കെ തിരിച്ചു വിളിച്ചെന്നിരിക്കും. അത് ഇത്ര വലിയ വിഷമമായിട്ട് കൊണ്ടുവന്ന് എടുത്ത് കാണിക്കാനാണെങ്കിലേ മറ്റുള്ളവർ എന്തോരം വിഷമിക്കണം. വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കണ്ട എന്നുണ്ടെങ്കിലേ വായൊക്കെ എടുക്കുന്ന നാക്കും മര്യാദയ്ക്ക് ഇരിക്കണോടി ഡാഷിന്റെ മോളെ. അപ്പൊ നീ എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ എഴുതി തന്ന ആ സർട്ടിഫിക്കറ്റും ഞാൻ പ്രസവിക്കൂല എന്ന് നിനക്ക് ഡോക്ടർ എഴുതി തന്ന സർട്ടിഫിക്കറ്റും കൂടി നീ കൊണ്ടുവരണം കേട്ടോ. അത് പറയാനാണ് രാവിലെ തന്നെ വന്നത്. ബൈ ബൈ.